അതും വലിയ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എഴുത്തുകാരനായി പ്രശസ്തനാവാനുള്ള ഒരു അങ്ങനെ മുമ്പേ ഉണ്ടായിരുന്നു. അത് ഈ എനിക്ക് എൻ്റെ ഒരു ഏരിയയിൽ പത്രപ്രവർത്തനമാണ്. ഈ എഴുത്തുകാരനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം എഴുതിയതുകൊണ്ട് എഴുത്തുകാരൻ വിളിക്കുന്നുണ്ട്. സത്യത്തിൽ പുസ്തകത്തിലുള്ളത് പത്രപ്രവർത്തനം തന്നെയാണ്. അല്ലാതെ ഇതിനകത്തൊരു സാധാരണ പുസ്തകത്തിൽ കാണുന്നതൊന്നും അതിനകത്തില്ല. ഒരു ഈ പറഞ്ഞ ഭാവനയില്ല, അല്ലെങ്കിൽ സാഹിത്യം തന്നെ എന്തോന്ന് വെച്ചാൽ സാഹിത്യമില്ല. നമ്മൾ ഈ റിയൽ സാധനം പത്രത്തിൽ എങ്ങനെയാണോ കൊടുക്കുന്നത്, ഈ നമ്മൾ പത്രത്തിൽ ഒരു സാധനം ഒരു ടീച്ചർ എഴുതുമ്പോൾ ആ ടീച്ചറിന് വേണ്ടി ആ വിവരങ്ങൾ എടുക്കുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ തിരിച്ചു പറയുന്ന മറുപടികൾ അത് കേൾക്കുന്ന അടുത്ത് തരുന്നു. പത്രത്തിൽ വരുമ്പോൾ ഇതെല്ലാം കൂടി കിട്ടിയ ആകത്തുകയാണ് പത്രത്തിൽ വരിക. നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളുടെ മൊത്തം റിസൾട്ടാണ് വരിക. ഇത് നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ കണ്ടു, അപ്പോൾ അതിന് പറഞ്ഞു നമ്മൾ അങ്ങനെ വിളിക്കുന്നത് പറഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് എഴുതിയില്ല. അപ്പോൾ അതിൽ ശരിക്കുന്ന ഒരു പത്രത്തിൽ തോന്നിയാണ് പുസ്തകം ഒരു കാരണമാക്കണം. കാരണം ആ ടൈപ്പ് ആളുകൾ ഈ സംഭവത്തെക്കുറിച്ച് അറിയാനും ഒക്കെ അതൊരു കാരണമായിട്ടുണ്ട്. പുസ്തകം ആയതുകൊണ്ട് അങ്ങനെ ഈ യാത്രകൾ ചെയ്യുന്നുണ്ട്. അത് ഈ രണ്ട് പുസ്തകം വിജയിച്ചുകൊണ്ടല്ല, ഇത് ഈ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു ക്യൂരിയോസിറ്റിയാണ്, നമുക്ക് അറിയാനുള്ള ആഗ്രഹം സംഭവിക്കുകയാണ്. അപ്പോൾ പുസ്തകം ഇപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ പുസ്തകം ഈ വിശുദ്ധബാബയുടെ ഇന്ത്യ അവാർഡ് കിട്ടിയതുകൊണ്ടാണ് അത് കൂടുതൽ പേരിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ അത് ഇത്തിരി എത്തില്ലായിരുന്നു, അപ്പം അതിനോട് കിട്ടണം. പക്ഷേ ആ പുസ്തകത്തിന് അവാർഡ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ അന്വേഷണം അത് പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ പുസ്തകം വിജയിക്കുമോ നോക്കിയിട്ടല്ല, നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ ഒരു യാത്ര ഇടയ്ക്കൊരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ പോയി നോക്കാൻ പോകുമ്പോൾ തലയിലേക്ക് ഉടയ്ക്കുന്നതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് കിട്ടുന്നതിന് മുമ്പ് എടുത്താണ്. പിന്നെ അതിന് ശേഷം എടുത്ത് ചെയ്യുന്ന തിരുനെൽവേലി ബീഹാർ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അതിന് മുമ്പ് എടുത്ത സാധനമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഈ പുസ്തകം ഹിറ്റായതുകൊണ്ട് എന്നുള്ളതല്ല, നമുക്ക് അറിയുന്നത് ഈ പരിപാടിയാണ്. പക്ഷെ അതിൽ ചോദിക്കുന്നപ്പോൾ അങ്ങനെയാണ് ആ ടൈപ്പ് പുസ്തകം തന്നെയാണ്. ഇതിപ്പോൾ നമ്മളിത് അങ്ങനെ ചോദിച്ചാലും കാര്യമില്ല. കാരണം നമ്മളൊരു 4-5 വർഷം എടുത്ത് കഴിഞ്ഞിട്ടാണ് പുസ്തകം എഴുതുന്നത്. അത് ശരിക്കും അപകടാവസ്ഥയൊന്നും അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് ശരിയാണ്. അത് ഇപ്പോൾ എല്ലാത്തിനും നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു പങ്കുണ്ട്. അവർ ഭയങ്കര ഇൻവോൾവ്ഡ് ആണ്, അവരുടെ താല്പര്യമൊക്കെയാണ് ഇതിനകത്തുള്ളത്. ശരിക്കും ഞാനിപ്പോഴും വേറൊരു കാര്യം ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളെ കൂടി നോക്കണം. പിന്നെ അവർക്ക് എഴുതി മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് നമ്മുടെ പേരിൽ ഇറങ്ങുന്നേ ഉള്ളൂ. കാരണം അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് നല്ലോണം ഉണ്ട്. അവർ കാണിച്ച ധൈര്യമൊക്കെയാണ് അത് പല സ്ഥലത്തും എത്തിപ്പെടാനൊക്കെ ആയത്. ഇപ്പോൾ ആ തലത്തെ വിളിക്കുന്ന മതപ്പാടുകളുടെ നമ്മുടെ ഫോട്ടോഗ്രാഫറാണ് അതിൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ നിഖിൽ രാജാണ് പടം എടുത്ത. എന്നേക്കാൾ കൂടുതൽ അയാളാണ് ഇൻവോൾവ് ചെയ്തത്. ആ ആളുടെ കൂടെ നമ്മൾ പടം എടുത്തില്ല. പിന്നെ മറ്റേ പ്രമോദ് സെക്രട്ടറിക്ക് അയാളുടെ ധൈര്യത്തിൽ ഒക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെയാണ് ബുക്ക്, അവരുടെ എൻ്റെ കൂടിയാണ് ബുക്ക്. പിന്നെ അവർക്ക് ഇങ്ങനെ എഴുതാനും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് എഴുതുന്നുണ്ട്. ഞാൻ കണ്ണൂരാണ് 2005 മുതൽ 10 വരെ. അപ്പോൾ അവിടുന്ന് ഈ അന്ന് ശരിക്കും പത്രത്തിന് വേണ്ടി എടുക്കാനുള്ള ഉദ്ദേശമുള്ളൂ. ഞാനൊക്കെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. കാരണം അതൊരു എന്തെങ്കിലും മാഗസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കാര്യം ചോദിച്ചാൽ എന്തെങ്കിലും മാഗസിൻ സാറിന് പബ്ലിസിറ്റി കിട്ടുന്നൊരു സാധനമല്ലല്ലോ. വളരെ സന്തോഷം. നമ്മൾ ആരോട് സംസാരിക്കാവുന്നതേ ഈ പറയുന്ന പുസ്തകം മറ്റേ ഹിറ്റാവുന്നതൊന്നും ഇതിനകത്ത് വിഷയമല്ല. അതൊക്കെ അതിലേക്ക് നടന്നു പോകുന്നതാണ്. അതിന് അക്കാദമി അവാർഡ് കിട്ടുന്നത് ഈ അവർ നമ്മൾ നേരത്തെ പറഞ്ഞ യാത്രാ വിവരണം എഴുതിയതുകൊണ്ടാണ് അവാർഡ് കിട്ടിയത്. നമ്മളിത് അവാർഡ് അയക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഇങ്ങനെ ആരോ ഒരു പുസ്തകം ചോദിച്ചു യാത്ര ഇങ്ങനെ അവർ അയക്കാൻ പുസ്തകം അയക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് ഏത് അപ്പോൾ ഈ പുസ്തകത്തിൽ ബാക്ക് ഒരു യാത്രാ വിവരണമാണ്. നമ്മൾ യാത്രാ വിവരണത്തിൽ അയക്കാൻ ഈ 3 പുസ്തകങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരിടത്തില് സ്ത്രീകളുടെ ജീവിത വിഷയമാണ്. അത് അങ്ങനെ സ്ത്രീ എടുക്കണം. പിന്നെ ഈ മതപ്പാടുകളുടെ സ്ത്രീയല്ല, അതിനകത്ത് പക്ഷേ സ്ത്രീകളുണ്ട് കേട്ടോ. കർണാടകയിലെ സ്ത്രീകളൊക്കെയാണ് ഈ ഗ്രൂപ്പ് എടുക്കുന്നത്. അങ്ങനെയാണ് അത് ഒരു കോഴിക്കോട് ആളുടെ
ഫിലിം ഓപ്പറേറ്റർ ഉണ്ടല്ലോ, അയാൾക്കെതിരെ ഒരു കേസ് വന്നു. ഈ വിറ്റിട്ടുണ്ട് വിറ്റിടുന്ന ഒരാളെ കോഴിക്കോട് ആ തിയേറ്ററിൽ. അപ്പം പുള്ളിയെ ഇന്റർവ്യൂ ചെയ്യാൻ നമ്മുടെ ഒരു സുഹൃത്ത് മാധവിയുടെ ഒരു സുഹൃത്ത് കൊടുത്തപ്പോൾ നമ്മുടെ അരിക് സംഘാനിച്ച സനോജ് ഉണ്ടാവും. സനോജ് ഞാൻ ചോദിച്ചാൽ അപ്പോൾ സനോജ് ആരെ ഇന്റർവ്യൂ ചെയ്യാൻ കൊണ്ട് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അത് കാണാനും പോയതാണ്. എനിക്ക് ക്യൂരിയസിനെ പുറത്ത് പോയതാണ്, ഞാൻ എഴുതാനും പോയതല്ല. അപ്പം പുള്ളിയെ ഇന്റർവ്യൂ ചെയ്തിട്ട് കഴിയുമ്പോൾ പുള്ളിയുടെ കൂടെ അന്നുള്ള ഒരു കക്ഷി രാജേഷ് കൊണ്ട് അവിടെ ഫിലിം ഓപ്പറേറ്ററാണ് പുള്ളി പറഞ്ഞു. പുള്ളി എന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഡ്യൂട്ടി അനുസരിച്ചിട്ട് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പുള്ളിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചു. പക്ഷേ പുള്ളി പറഞ്ഞ സാഹചര്യം ഈ ഫ്രീ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഒരു ക്യൂരിയസിറ്റിയുടെ പുറത്ത് അന്ന് നമ്മൾ ഇതിനല്ല പോയത്, പുസ്തകക്കാനല്ല. അവരെ കണ്ടിട്ട് മനോരമ ഭാഷകളിൽ ഒരു രേഖ കൊടുത്തു. ഒരു ചെറിയ ഈ പറഞ്ഞ പോലെ ഒരു കൗതുകമാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഒരു ലേഖനം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് DC വിളിച്ച് പറഞ്ഞു ഇവരുടെ സ്റ്റോറിയൊന്ന് കുറിച്ച് പുസ്തകമാക്കാൻ. അങ്ങനെയാണ് പുസ്തകമാക്കി. അല്ലാതെ പുസ്തകത്തിന് ഉദ്ദേശം ഇല്ല. ഇതൊക്കെ ഇങ്ങനെ യാദൃശ്യം സംഭവിച്ച് വരുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു